ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും അതുപോലെ മഹിബാലും ദേവ്ജിയും കൂടിയും ആ ഒരു സത്യം തിരിച്ചറിയാട്ടോ. ആ സത്യം തിരിച്ചറിഞ്ഞതോടു കൂടി തന്നെ മനസ്സിലൊരു ഭാരം ഇറക്കി വെച്ച ഒരു ഫീലാട്ടോ അവർക്ക് 3 പേർക്കും. അപ്പോഴത്തേനും കൺമണി ചോദിക്കുന്നുണ്ട്, നമുക്ക് സാഗർ സാറിനെയും സുജാത മേഡത്തെയും അറിയിക്കേണ്ടേ സാർ എന്ന് പറയുന്നു. പാടില്ല, ഇപ്പോൾ അവരെ 2 പേരെയും അറിയിക്കേണ്ട യാതൊരു കാര്യമില്ല. അവരിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഷോക്കാവും. അതിനുള്ള സാഹചര്യവും സന്ദർഭവും ഇപ്പോഴല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കൃഷും ഇത് അറിയാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ 3 പേരും ഒരു കഥ കേട്ടതുപോലെ ഇത് കേട്ടു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യേണ്ട. ആ സന്ദർഭം വരട്ടെ എന്ന രീതിയിലൊക്കെ ദേവ്ജി കൺമണിയോട് മഹിബാലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് സാഗർ സാർ വിളിക്കുന്നത്. അപ്പോഴത്തേന് ഇപ്പോഴത്തെ കോൾ അറ്റൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംസാരിക്കാൻ പ്രശ്നമായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഇടരും എന്ന രീതിയിലൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ദേവ്ജി. അതിനുശേഷം തന്നെ കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബലരാമനെയാണ്. ബലരാമനാണെങ്കിൽ കൃപയെ സ്വപ്നം കണ്ടിട്ട് നീക്കിയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ എന്ത് പറ്റിയാവോ ആ കുട്ടിയെ ഞാൻ സ്വപ്നം കണ്ടത്? അവളെ ഞാൻ ആക്സിഡൻറ്റിൽ പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഞാൻ സ്വപ്നം കണ്ടത്. എനിക്കിപ്പോൾ ഇത് എന്താ പറ്റിയത് എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയെ വിളിക്കണം. അറിയില്ല, ആ പാവം കുട്ടിയെ ഞാൻ എന്തിനാണ് സ്വപ്നം കാണുന്നത്? എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണമെന്ന് സഹദേവനോട് ചെന്നിട്ട് ബലരാമൻ പറയാട്ടോ ചെയ്യുന്നത്. ആ സമയത്തിന് എനിക്ക് ഫോൺ തരണം എന്ന് പറയുമ്പോൾ, ഇല്ല സാർ, ഇവിടെ ഫോൺ തരാൻ സാധിക്കില്ല. ഇവിടുത്തെ സൂപ്രണ്ടിന് അതൊന്നും ഇഷ്ടമല്ല, എൻ്റെ പണി പോവും, അതുകൊണ്ട് സാറ് അതൊന്നും ചോദിക്കേണ്ടെന്ന് പറയുന്നു കേട്ടോ. എനിക്ക് വേണം ഫോണെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ആ സമയത്ത് തന്നെ സാർ എന്നോട് ഇങ്ങനെ വാശി പിടിക്കാൻ നിൽക്കണ്ട. ഇവിടെ സാറിനെ പോലെയും അതുപോലെ തന്നെ MLA മാരും മന്ത്രിമാരും അതുപോലെ തന്നെ പോലീസുകാരും എല്ലാവരും ഇവിടെ ജയിൽ കിടക്കുന്ന തടവുപുള്ളികളാണെങ്കിലും ഞങ്ങളാണ് അവിടെ ശിക്ഷണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് എന്താണെങ്കിലും അവർ അനുസരിക്കും, എത്ര കൊലകൊമ്പന്മാരായാലും. അതുകൊണ്ട് സാറിൻ്റെ പണി നോക്കുന്ന രീതിയിലൊക്കെ ബലരാമനോട് സഹദേവൻ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ബലരാമന് ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ കാണിച്ച്, നിന്നെ ഞാൻ ശരിയാക്കും. നിന്നെ കൊന്നാലും എനിക്ക് ശിക്ഷ കിട്ടുന്ന വെയിറ്റ് ചെയ്യും. അത് ഒരു കുറവുണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം ഫോൺ തന്നോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വാങ്ങുന്നു. ആ സമയം തന്നെ എന്നിട്ട് ബലരാമൻ നേരെ സുമിത്രയെ വിളിക്കുന്നു. എന്ത് സഹദേവ, ബലരാമൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണ് അമ്മയെന്ന് പറയുന്നു. എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൃപയെ സ്വപ്നം കണ്ടു. എന്ന് ചോദിക്കുകയാണ് വീണ്ടും. അതെ, ഞാൻ അലികയിലെ കൃപമോളെ സ്വപ്നം കണ്ടു. അവളെ ഞാൻ വണ്ടി ഇടിച്ച് ആക്സിഡൻറ്റ് പെടുത്തുന്നതൊക്കെ സ്വപ്നം കാണണം അമ്മയെന്ന് പറയുന്നു. അതെന്താ മോനെ, നീ എന്താ ശത്രുക്കളുടെ ആ കുട്ടിയെയാണ് സ്വപ്നം കാണുന്നത്? നിനക്ക് ഞങ്ങളെക്കുറിച്ച് ചിന്തയൊന്നുമില്ലേ? ഞാൻ എന്തിനാ പാവം കുട്ടിയെ, എൻ്റെ അനിയത്തിക്കുട്ടിയുടെ പ്രായമല്ലേ ഉള്ളൂ, ആ പാവത്തിന് എന്തിനാ അമ്മയെ ഞാനിങ്ങനെ ചെയ്തത്? നീ നമ്മുടെ ശത്രുവിൻ്റെ മകളാണ്, നീ എന്താ അത് മനസ്സിലാക്കാത്തത്? നിനക്ക് ഇപ്പോഴും ഞങ്ങളല്ല നിൻ്റെ അച്ഛനും അമ്മയെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊന്നും നീ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ സാഗറിനെയും സുജുവിനെയാണല്ലോ നീ അച്ഛനും അമ്മയായിട്ട് ഇപ്പോൾ കണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ആ പാവം കുട്ടിയെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അമ്മയെന്ന് പറയുന്നു. എന്തായാലും അവരുടെ പക്ഷത്തായില്ലേ, ഞങ്ങളെ വേണ്ടാതായില്ലേ നിനക്ക്? എന്തായാലും നല്ലതാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് സഹതാപത്തോടു കൂടി തന്നെ സുമിത്ര അഭിനയിച്ച് തകർക്കുക കേട്ടോ. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭാഗ്യശ്രീ അവിടേക്ക് വരുന്നത്. ഓ, നല്ല അഭിനയമാണ് ഏട്ടനോട്, ഇങ്ങനെ വേണം നിങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ആ പാവ ഏട്ടനെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാനായിട്ട്. ഇനി അത് നടക്കും തോന്നുന്നില്ല. നിങ്ങളുടെ ഈ ക്രൂര മനസ്സിന് ശിക്ഷ കിട്ടാനായിട്ട് പോകുന്നു. ഏട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിമിഷം അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നീ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറയുമ്പോൾ, സ്വന്തം മകനല്ലാത്തതുകൊണ്ട് അതിനോട് എന്ത് ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത്? പിന്നെ രക്തത്തോട് തന്നെ നിങ്ങൾ പക വീട്ടാനായിട്ട് നടത്തിയില്ലേ ആ പാവത്തിനെ? സ്വന്തം അച്ഛനും അമ്മയ്ക്കെതിരെയാണെങ്കിൽ നിങ്ങൾ തിരുത്താനായിട്ട് പോകുന്നത്. എന്ത് കഷ്ടമാണ്, നിങ്ങളൊരു സ്ത്രീയാണോ എന്ന രീതിയിലൊക്കെ സുമിത്രയോട് ഭാഗ്യശ്രീ ചോദിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ കഥ കഴിഞ്ഞു. നിങ്ങളുടെ ഈ ദുഷ്ട സ്വഭാവത്തിന് ശിക്ഷ കിട്ടാനായിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. പിന്നീട് എന്താ ലാലിയെ വിളിച്ചു നോക്കട്ടോ. പക്ഷേ ലാലിയെ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. രണ്ടും കൂടി എന്നെ പറ്റിച്ചു എന്ന് പറയുന്നുണ്ട്. അവരെ ഞാൻ വെറുതെ വിടില്ല എന്നും സുമിത്ര പറയുക കേട്ടോ. അതിനുശേഷം പിന്നീട് നമ്മുടെ മാനസയും അതുപോലെ തന്നെ ആൻറ്റിയമ്മയും കാണിക്കുന്ന കേട്ടോ. ആൻറ്റിയമ്മ മാനസയെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നീ എവിടെയാണ് മാനസയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് ആൻറ്റിയമ്മ. കൃഷി ക്യാബിനിലുണ്ട്. ആ കൺമണി എവിടെ? കൺമണിയെ കുറച്ച് സമയമായിട്ട് കാണാനില്ല എന്ന് പറയുന്നു. കൃഷി ഉണ്ടല്ലോ അവിടെ, ആ കൃഷി അവിടെ ക്യാബിനിലുണ്ട്. എന്നാൽ അവൻ്റെ അടുത്തേക്ക് ചെല്ലടി, എന്നിട്ട് മിണ്ടിയും പറഞ്ഞു വെക്കിരിക്കുക. ഇത് എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞു തരണം? ഒന്ന് ചെല്ലെന്ന് പറഞ്ഞ് ആട്ടി വിടുക കേട്ടോ. ആ സമയത്ത് തന്നെ കൃഷി എന്ന് പറഞ്ഞിട്ട് ക്യാബിനിലേക്ക് പോകുന്ന സമയത്തിന് കൃഷി
കൺമണിയെ കാണാതുകൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് പറയുകയാണ് കൃഷ്, എന്തായാലും ഇനി അധികം സംസാരിക്കേണ്ട, നല്ല രീതിക്ക് ഇരിക്കാൻ നോക്ക്, അവളെ ഒന്ന് തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങിക്കോ കൃഷി എന്ന രീതിയിൽ സ്വന്തമായിട്ട് അഭിപ്രായം പറയുകയാണ്. ആ മാനസേ വായോ എന്ന് പറയുന്നത്, നിന്നെ കാണാതെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, നിന്നെക്കുറിച്ച് ആലോചിച്ചേ ഇരിക്കുകയാണ് ഇപ്പോൾ എന്ന് പറയുന്നു. അതെന്താ കൃഷി എന്ന് പറയുന്നു, എവിടെയായിരുന്നു ഇത്രയും നേരം, നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ മാനസ പറയുന്നത്, കൃഷി കൺമണി പറഞ്ഞില്ലേ ലോണിൻ്റെ കാര്യം, ഇതിൻ്റെ മെയിലൊന്നും വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, അവളും ഞാനായിട്ടിപ്പോൾ ഒരു ബന്ധമില്ലല്ലോ, അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല ഞാൻ, അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്നു. അങ്ങനെയല്ലല്ലോ വരുൺ പറഞ്ഞതെന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ മാനസ. അതിനുശേഷം തന്നെ കൃഷ് എന്തൊക്കെയുണ്ട് പിന്നെ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും നമുക്ക് പുതിയ ഡിസൈനർ വരും, അപ്പോഴത്തേനും എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറയുന്നു. അപ്പോഴത്തേനും കൺമണി വരികയാണ്. കൺമണി വരുമ്പോഴത്തേനും ഫോൺ എടുത്ത് ദേഷ്യത്തോടു കൂടി കൺമണി എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് മനസ്സ് അങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവരെന്തിനാ കൺമണിയെ വിളിക്കുന്നതിൻ്റെ ആവശ്യം എന്താ ഇപ്പോൾ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പെട്ടുപോയല്ലോ, ഇനി എന്താ ചെയ്യുക എന്ന രീതിയിൽ കൃഷും തന്നെ നീ ഒരു ഡിസൈൻ വരച്ച് വരാമെന്ന് കൺമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും സമയമായിട്ട് അവൾ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കൃഷ്, പുതിയൊരു ഡിസൈനർ വരുന്നുണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവൾ വരച്ച് തരുമെന്ന് പറയുന്നു. ഇവളുടെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ മുഖത്ത് അടിക്കാനാണ് തോന്നുന്ന രീതിയിൽ കൃഷും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയും അച്ഛനെയൊക്കെ കേട്ടോ. അതുപോലെ അനിരുദ്ധൻ അങ്ങോട്ട് വരുന്നു. കരീം സാഹിബിനെ കുറിച്ച് അന്വേഷിച്ചു, ആളൊരു ഗുണ്ടയാണ്, പക്ഷെ നല്ല മനുഷ്യനുമാണ്, അയാളോട് മത്സരിക്കാതിരിക്കുകയായിരിക്കും ബുദ്ധി എന്ന് പറയുന്നു. ആർക്കാണെങ്കിലും ഞാൻ ആ വീട് വിട്ടു കൊടുക്കില്ല എന്ന് വരണം. അപ്പോഴത്തേനും കരീം സാഹിബ് അങ്ങോട്ട് വരുന്നു. വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും വന്ന പോലെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാട്ടോ വരുന്നത്. എന്തായാലും സ്ഥലത്തിൻ്റെ കാര്യമല്ലേ സംസാരിക്കുന്നത് നിങ്ങളെന്ന് പറയാം കേട്ടോ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, സാർ ഒന്ന് ഇടപെടുമെന്ന് പറഞ്ഞിട്ട് അനിരുദ്ധനെ പറഞ്ഞയക്കുന്നു. അപ്പോഴത്തേനും ഏത് സാഹിബാണെങ്കിലും വിളച്ചിലൊന്നും ഇവിടെ വേണ്ടെന്ന് പറയുന്നു. നിന്നേക്കാൾ വലിയ പോലീസിനെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട, ഇരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധനെ അവിടെ ഇരുത്താട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വരുണിനോട് പറയുന്നുണ്ട്, വരുൺ മോനെ ഞാൻ തിങ്കളാഴ്ച ഒരു ഡേറ്റ് പറയുന്നുണ്ട്, ആ ഡേറ്റിന് തന്നെ നമുക്ക് രജിസ്റ്റർ നടത്തണം, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഞാൻ പറയുന്ന ആ ഒരു ഡേറ്റിന് നിങ്ങൾ എവിടെ അയച്ചാലും എൻ്റെ അടുത്തേക്ക് വരണമെന്ന രീതിയിലൊക്കെ വരുണിനോട് സാഹിബ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ സ്ഥലത്തിൻ്റെ പേരിൽ ഇനിയൊരു ചർച്ചയൊന്നും വേണ്ട, ഞാൻ ആരാണെന്നുള്ളത് ശരിക്കും തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരല്ലേ നിങ്ങൾ, അതുകൊണ്ട് വേഗം ആവട്ടെ, ഇനി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ കാർഡ് ഇതാ വിളിച്ചേക്കണം എന്ന് പറയുന്നു. പിന്നീട് കൺമണിയും കൃഷ്ണയായിട്ടോ കാണിക്കുന്നത്. വെള്ളം കുടിക്കുന്ന സമയത്ത് കൃഷ്ണ അവിടെ വരുന്നു. കൺമണി നീ എവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നു. ഞാനിന്ന് പുറത്ത് പോയതാണ് സാർ, ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ദേവ്ജിയുടെ അടുത്താണ് ഞാൻ പോയതെന്ന് പറയുന്നു. ദേവ് സാറിൻ്റെ കൂടെയാണോ, അത് കുഴപ്പമില്ലെന്ന് പറയുന്നു. നിന്നെ കാണാതെ ഞാൻ ടെൻഷനായി, ഇന്നാളെ നിനക്ക് വയ്യാണ്ടായില്ലേ, തലചുറ്റലൊക്കെ വന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ ടെൻഷനായത്, ഇനി എന്തായാലും വന്നാലോ എന്ന് പറഞ്ഞിട്ടോ നിന്നോട് ദേഷ്യപ്പെട്ടത്, സോറി കേട്ടോ എന്ന് പറയുന്നു. അത് സാറില്ല സാർ, ഞാനല്ലേ സോറി പറയാണ്ട് പോയിട്ടല്ലേ എന്ന് പറയുന്നു. അതിനൊരു പണിഷ്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നു. മുത്തുകൗ എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാട്ടോ. എന്തായാലും സാർ ഇത് ഓഫീസാണെന്ന് മനസ്സിലായില്ലേ സാർ എന്ന് പറയുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തായോ വയസ്സാകുമ്പോൾ നമുക്ക് ആലോചിക്കാനുള്ളതല്ലേ ഇതൊക്കെ, മൊമെൻറ്റുകളല്ലേ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൺമണി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൃഷി താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേനും കൺമണി ടെൻഷനായിട്ട് വീട് നിൽക്കുന്നു. പിന്നെ വരുൺ ധനലക്ഷ്മിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ധനലക്ഷ്മി പറയുന്ന ആ കരീം സാഹിബ് പറഞ്ഞ ആൾ ചില്ലറക്കാരനല്ലാന്ന് തോന്നുന്നു, അയാൾ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തി, ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു ഏട്ടത്തി, അയാൾക്ക് വിട്ടുകൊടുക്കുന്നേ നല്ലത്, ഞാൻ ബാങ്കിൽ അടച്ച തുകയേക്കാൾ 1,00,000 രൂപ കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തിനാ ശരീരം കീഴാക്കുന്നത്, അയാൾ ഒരു ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ഞാൻ ആ കച്ചവടം ഉറപ്പിച്ചാലോ വിചാരിക്കുന്നുണ്ട്, മോനെ ആ വീടും സ്ഥലം കൊടുക്കരുത് എന്ന് പറയുന്നത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ തോറ്റ് പിന്മാറുകയാണ്, അല്ലാതെ രക്ഷയൊന്നുമില്ല ഏട്ടത്തി, കാരണം പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ 10,00,000 രൂപയും 101 പവനും എനിക്ക് തിരിച്ച് തന്നേക്കണേ എന്ന് പറയാം കേട്ടോ. അപ്പം നീ കൺമണി ഇനി വേണ്ടേ, അല്ലാതെ ഇനി ഞാൻ എന്ത് ചെയ്യും, അയാളുടെ തല്ല് കെട്ടി ചാവണേക്കാളും നല്ലത് അതല്ലേ എന്ന രീതിയിലൊക്കെ വരുൺ പറയട്ടോ. അപ്പോൾ എനിക്ക് ധനലക്ഷ്മി ആകെ ടെൻഷൻ ആവുന്നുണ്ട്, ഈ പൈസക്ക് തിരിച്ചു കൊടുക്കണമല്ലോ സ്വർണ്ണങ്ങളൊക്കെ. എന്തായാലും ധനലക്ഷ്മി പെട്ടു എന്നുള്ളത് ഉറപ്പാട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പിന്നെ പ്രമോ ആയിട്ട് വൈകിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.